നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മെയ് മാസം 15-ാം തീയതി 1200-ാം ആണ്ട് ഇടവ മാസം 1-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് മഹാഗുരുവിൻ്റെ ദിവസമാണ്. പക്ഷേ ഇന്നത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രമല്ല. തൃക്കേട്ട കരുനാളാണ്. ശുഭനക്ഷത്രങ്ങൾക്ക് എടുക്കുന്ന നക്ഷത്രമല്ല. ദിവസമൊക്കെ നല്ലതാണ്, പക്ഷേ ശുഭനക്ഷത്രമല്ലാത്തത് കൊണ്ട് നമുക്ക് ശുഭകാര്യങ്ങൾക്ക് ഈ ദിവസം അത്ര കണ്ട് ശോഭനമല്ല. അതുകൊണ്ട് ശുഭകാര്യങ്ങളെ വിട്ടുകളയുക. ഇപ്പോൾ ആഴ്ചയുടെ ഒരു പവറുണ്ട്, ആഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമുക്കിന്ന് 50-50 ഫലത്തെ പ്രദാനം ചെയ്യുന്ന ദിവസമാണ്. വ്യാഴാഴ്ച നല്ല ദിവസമാണ്, നക്ഷത്രം അത്ര നല്ലതല്ല. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂവെങ്കിൽ മാത്രം ചെയ്യുക, അതായത് പകുതിയെ കൊള്ളാവൂ. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ഇടവ മാസത്തിലെ തൃക്കേട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. ശരിക്കും വ്യാഴാഴ്ച ആണ് വന്നിരിക്കുന്നത്. വ്യാഴം മഹാഗുരുവാണ്, സമ്പത്തിൻ്റെ ദേവതയാണ്, ധനകാരകനാണ്. എന്ത് ദോഷമുണ്ടെങ്കിലും മാറ്റി നമുക്ക് ഈ ഒരു വർഷം വളരെ ഭാഗ്യദായകമായ അവസ്ഥ ഉണ്ടാവും. വ്യാഴം ഇപ്പോൾ ജാതകപ്രകാരം നിങ്ങൾക്ക് അഷ്ടമത്തിലേക്കാണ് പോയൊക്കെ നിൽക്കുന്നതെങ്കിൽ പോലും ഈ വ്യാഴാഴ്ച ദിവസം ബർത്ത്ഡേ വന്നിരിക്കുന്നതിനാൽ നിങ്ങൾക്കൊരു സംരക്ഷണമുണ്ട്. വ്യാഴത്തിൻ്റെ ഒരു സംരക്ഷണ വലയത്തിലാണ് നിങ്ങൾ. ഗുരുവിൻ്റെ ലക്ഷം ദോഷം ഗുരുഹന്തി. ലക്ഷം ദോഷം ഉണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ പ്രഭാവത്താൽ മാറ്റി കിട്ടും. അതുകൊണ്ട് നമുക്ക് വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തി പോകണം. നിങ്ങൾക്ക് സാമ്പത്തികമായ കാര്യങ്ങൾക്ക് നേട്ടം ഉണ്ടാവും. ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും. അതുപോലെ ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ ഉദ്യോഗ കയറ്റം കിട്ടും. സാമ്പത്തികമായി ഉള്ള ഇടപാടുകൾക്ക് ഇറങ്ങാം, അതൊക്കെ വിജയത്തിലേക്ക് വരും. അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും. വ്യാഴനെ ഒന്ന് പ്രീതിപ്പെടുത്തി പോകണമെന്ന് മാത്രം. അതുപോലെ തന്നെ ഇന്നും നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് നോക്കേണ്ട, എല്ലാ ദിവസവും നോക്കേണ്ട ചില കാര്യങ്ങളാണ്. യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ രാവുകാല സമയം നോക്കണം. ഇന്നും രാവുകാല സമയം വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. ശരിക്ക് 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 1:54 തൊട്ടാണ് രാവുകാലം തുടങ്ങുന്നത്. 3:28 വരെ രാവുകാല സമയമുണ്ട്. യാത്രയ്ക്ക് മാത്രമേ ഇതിന് പ്രാധാന്യമുള്ളൂ. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും നല്ലതല്ല. അതിൽ ഗുളികകാല സമയം വരുന്നത് 9:14 തൊട്ട് 10:47 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 6:07 തൊട്ട് 7:40 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എങ്കിൽ അത് 50-50 ആയ ദിവസമാണ്. ആഴ്ച കൊള്ളാം, നക്ഷത്രം നല്ലതല്ലെങ്കിൽ പോലും നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കാം. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:57 തൊട്ട് 12:45 വരെ. 48 മിനിറ്റ് ഉള്ളതിൽ 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് യാത്ര ചെയ്യുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. രാവിലെ വീട്ടിൽ നിൽക്കുമ്പോഴെന്നല്ല, വസ്ത്രത്തെ ധരിക്കുന്നതിന് പ്രാധാന്യം. അത് യാത്ര ചെയ്യുമ്പോൾ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ നിന്ന് വ്യാഴ മഹാഗുരുവിൻ്റെ പ്രഭാവം നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ മഞ്ഞ കളറോ മഞ്ഞ മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായ അവസ്ഥയുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.